എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാവീദ് അടക്കം ഒരുപാട് സിനിമകൾ ഇന്ന് രാത്രി റിലീസുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കലും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അമ്മ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ദിലീഷ് പോതനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT റിലീസ് എത്തിയിരിക്കുകയാണ്. നല്ല അഭിപ്രായമാണ് അമ്മ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് അമ്മ എന്ന സിനിമ OTT റിലീസ് ആവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മരണമാസം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് മരണമാസ് സ്വന്തമാക്കിയത്. ബേസിലാണ് സിനിമയിലെ നായകൻ. ടോവിനോ തോമസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മരണമാസം ഒരു കോമഡി മൂവിയായിരുന്നു. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സോണി ലീവാണ് മരണമാസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസമായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അജു വർഗീസ്, ഷൈജു കുറുപ്പ്, ജോണി ആന്റണിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ മെയ് മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുമ്മാട്ടിക്കളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് കുമ്മാട്ടിക്കളി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് കുമ്മാട്ടിക്കളിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ചയായിരിക്കും കുമ്മാട്ടിക്കളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ശിവാംഗി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വരലക്ഷ്മിയാണ് സിനിമയിലെ നായിക. ഇതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. ഈ തമിഴ് സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ആഹാ വീഡിയോസിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് റിലീസായിട്ട് കുറച്ചായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് ഡൊമിനിക്കിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. സർപ്രൈസ് ആയിട്ട് ഡൊമിനിക് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഡൊമിനിക്കിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. കൂടുതലും ഈ വീക്കിൽ ഡൊമിനിക് OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ചെക്ക്മേറ്റ്. സിനിമ ഇറങ്ങി കുറേയായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ലാലെ, അനൂപ് മേനോനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ലോഗൌട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ലോഗൌട്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് C5-ൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. നാദൃശ്യാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു റൊമാനിക്കൽ ആക്ഷൻ മൂവിയായിരുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. മാത്യു തോമസ്, അർജുൻ അശോകൻ, കലാപൻ ഷാജോൺ, മഹിമ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ബ്രൊമാൻസ് സിനിമ ഉടനീളം കോമഡിയാണ്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ബ്രൊമാൻസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 28-ന് മുന്നേ ബ്രൊമാൻസ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ആന്റണി വർഗീസാണ് ദാവീദിൽ അഭിനയിച്ചിരിക്കുന്നത്. ദാവീദ് സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. സിനിമയുടെ OTT റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. C5 ആണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18-നാണ് ദാവീദ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. C5 ആയതുകൊണ്ട് ഇന്ന് രാത്രി 12 മണിക്ക് ദാവീദ് സിനിമ C5-ൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഹണ്ട് സിനിമ അവർ OTT റിലീസ് ചെയ്യാൻ പ്ലാനില്ലെന്നാണ് ആരാധകർ പറയുന്നത്. പക്ഷേ സിനിമ ഉടനെ തന്നെ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആരാധകർ OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹണ്ട് സിനിമ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ ഒരു വീക്കിൽ എന്തായാലും
എന്തായാലും ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്തേക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഹണ്ട് സർപ്രൈസ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.